Welcome back to the online classes of Farouk Higher Secondary School, Farouk College. I am Bushra, Department of Chemistry. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ്. അപ്പോൾ വേപ്പർ പ്രഷർ എപ്പോഴാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഈക്വലൈസ് ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പ്യുവർ സോൾവെൻറ്റും അതുപോലെ ഒരു സൊല്യൂഷനും കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പ്യുവർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഇപ്പോൾ വേപ്പർ പ്രഷർ എപ്പോഴാണ് കുറയുന്നത്? ബോയിലിംഗ് പോയിന്റ് കൂടും. വേപ്പർ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും, വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നു. ഗ്രാഫ് വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇപ്പോൾ വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് രണ്ട് ടൈപ്പ് ഗ്രാഫാണ്. ഒന്ന് സോൾവെൻറ്റിൻ്റെയും ഒന്ന് സൊല്യൂഷൻ്റെയും ഗ്രാഫാണ്. ഇപ്പോൾ ഈ സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പ്യുവർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ പ്യുവർ വാട്ടർ ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ T0B എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ആ വാട്ടറിലേക്ക് നമ്മൾ ഒരു സോൾട്ട്, കുറച്ച് ഉപ്പ് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടായ സോൾട്ട് ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ നമ്മൾ ബോയിലിംഗ് പോയിന്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് TB എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചറിലാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും. ആ ഇൻക്രീസ്, അതായത് ആ സോൾവെൻറ്റിലേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ സോൾട്ട് ആഡ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ബോയിലിംഗ് പോയിന്റിലുള്ള ഇൻക്രീസ്, ആ ഇൻക്രീസാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. സോ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഈസ് റെപ്രസെൻറ്റഡ് ആസ് delta TB is equal to TB minus T0B. ഈ ഡിഫറൻസ്, അതായത് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. സോ ഈ ഗ്രാഫിൽ നമ്മൾ ഇവിടെ T0B റെപ്രസെൻറ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ് and TB represent boiling point of solution. So the difference in that boiling point represented as delta TB and is termed as elevation of boiling point. It was found that the elevation of boiling point, that is delta TB, is proportional to molality. Okay, delta TB എന്ന് പറയുന്നത് molality directly proportional, or we say that delta TB proportional to M. Small letter m ആണ് molality represent ചെയ്യുന്നത്, or we say that delta TB is equal to a constant Kb into M. Here Kb represent the proportionality constant termed as Kb is equal to molar elevation constant അല്ലെങ്കിൽ ebullioscopic constant. Kb എന്ന് പറയുന്നതിൻ്റെ പേരാണ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. സോ വി സേ ദാറ്റ് ഡെൽറ്റ TB is equal to Kb into M. If M is equal to, that is molality is equal to 1, means 1 molar solution, delta TB is equal to Kb. So Kb, the molar elevation constant, defined as the elevation of boiling point for 1 molar solution, and unit of Kb is equal to Kelvin kilogram per mole or Kelvin molar inverse. ഇനി നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ബേസിൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു delta TB is equal to
KB into M. M എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചതാണ് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 into 1000 divided by weight of solvent in gram. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞ പോലെ കണ്ടതാണ്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു weight of solute divided by molecular mass of solute into 1000 divided by weight of solvent in gram. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ we get delta TB is equal to KB into W2 into 1000 divided by M2 into W1, or we say that M2 is equal to, from this equation we can calculate M2 as KB into W2 into 1000 divided by delta TB into W1. This equation is used for the calculation of molecular mass of solute, that is M2 is equal to Kb, molar elevation constant, into W2 weight of solute into 1000 divided by delta Tb is the elevation of boiling point, and W1 represent weight of solvent. ഇനി ഇതിൻ്റെ ബേസിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. ക്വസ്റ്റ്യൻ: the boiling point of benzene is 353.23 Kelvin. If 1.8 gram of non-volatile solute dissolved in 90 gram benzene, boiling point is raised to 354.11 Kelvin. Calculate molecular mass of solute. You are given Kb is equal to 2.53 Kelvin kilogram per mole. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ബേസിൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു Kb into W2 into 1000 divided by delta TB into W1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തന്നിട്ടുണ്ട് ബിബ്ലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അഥവാ Kb is equal to 2.53 തന്നിട്ടുണ്ട്. അതേപോലെ 1.8 gram നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് W2 1.8 gram. പിന്നെ ബെൻസീൻ ആണ് അവിടെ സോൾവെന്റ്. സോ W1 എന്ന് പറയുന്നത് 90 gram ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് പ്യുവർ ബെൻസീൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. സോ T0B എന്ന് പറയുന്നത് 353.23 കെൽവിൻ. അതിനകത്തേക്ക് 1.8 gram നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. So TB is equal to 354.11 Kelvin. So the difference, that is elevation delta TB is equal to 354.11 minus 353.23. അപ്പോൾ delta TB യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.88 Kelvin ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. സോ M2 is equal to KB യുടെ സ്ഥാനത്ത് 2.53 കൊടുക്കുക. W2ൻ്റെ സ്ഥാനത്ത് 1.8 കൊടുക്കുക ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ പിന്നെ ഡെൽറ്റ TB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0.88 ഇൻറ്റു W1 എന്ന് പറയുന്നത് 90 gram. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 58 gram എന്നായിരിക്കും. സോ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു 58 gram. ഇനി നമുക്ക് മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സോ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചിരിക്കുന്നു. വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് തന്നെയാണ്. വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 3 പോയിന്റ് ABC അതുപോലെ DE രണ്ട് ഗ്രാഫാണ്. ഒന്നാമത്തെ ഗ്രാഫിൽ ABC എന്ന് പറയുന്ന 3 പോയിന്റ് ഉണ്ട്. അതിൽ A to B എന്ന് പറയുന്നത് സോൾവെൻറ്റ് ഫോമാണ്, B to C എന്ന് പറയുന്നത് സോളിഡ് സോൾവെൻ്റ് ആണ്. ഇപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോളിഡും അതുപോലെ അതിൻ്റെ സോൾവെൻറ്റ് ഫോം ലിക്വിഡ് ഫോം സോളിഡ് ലിക്വിഡ് ഫോം കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിന്റ് B എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ സോളിഡ് ഫോമും അതുപോലെ ലിക്വിഡ് ഫോമും കോഎക്സിസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ടെമ്പറേച്ചർ വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് T0F.
T0F represent freezing point of pure solvent. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ് റെപ്രസെൻറ്റഡ് ആസ് DE എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ DEയിൽ E എന്ന് പറയുന്ന പോയിന്റാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറവാണ് വെൻ കമ്പയർഡ് ടു പ്യുവർ സോൾവെൻറ്റ് അഥവാ ഫസ്റ്റ് ഫോമിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് നോക്കുമ്പോൾ. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്തുകൊണ്ട് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷനകത്തേക്ക് നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു, അതുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റും കുറയുന്നു. അപ്പം വി റെപ്രസെൻറ്റ് TF ആ ടെമ്പറേച്ചറാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. ഈ ഗ്രാഫിൽ T0F എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റും പ്യുവർ സോൾവെൻറ്റും TF എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷനുമാണ്. അപ്പം ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് T0F എന്ന് പറയുന്നത് ഹൈ വാല്യൂ, TF എന്ന് പറയുന്നത് ലോ വാല്യൂമാണ്. ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ TF വിച്ച് റെപ്രസെൻറ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. When a non-volatile solute is added to pure solvent, vapor pressure decreases, so freezing point of solution decreases. So that decrease, അതായത് സോൾവെൻറ്റിൽ നിന്ന് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ് ആകുന്നു. അപ്പോൾ ആ ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ദാറ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഡെൽറ്റ TF. Delta TF, and this depression in freezing point delta TF is equal to T0F minus TF. ഇങ്ങനെയായിരിക്കും. കാരണം T0F എന്ന് പറയുന്ന പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് വലുതും TF എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ചെറുതുമാണ്. സോ TF ഡെൽറ്റ TF that is depression in freezing point is equal to T0F minus TF. This delta TF represent depression in freezing point. ഇനി നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റിയാണ്. സോ വി റെപ്രസെൻറ്റ് ഡെൽറ്റ TF പ്രൊപ്പോർഷണൽ ടു M ഓർ ഡെൽറ്റ TF is equal to a constant. നമ്മൾ നേരത്തെ KB ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് KF ആണ്. KF ഇൻറ്റു M ആണ്. ഇതിന് KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ഇതാണ് KF എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ പേര്. KF is equal to മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ചെയ്ത മാതിരി തന്നെ when M is equal to 1, that is for a solution with the molality is equal to 1, we say that delta TF is equal to Km. So we define KF, molar depression constant, as the depression in freezing point for 1 molar solution. And also unit of KF same തന്നെയാണ്, Kelvin, kilogram per mole അല്ലെങ്കിൽ Kelvin molar. സോ ഇനി നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിൻ്റെ ബേസിൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഡെൽറ്റ TF is equal to KF into M. ഇനി നമുക്കറിയാം M is equal to W2 divided by M2 into 1000 divided by weight of solvent in gram. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മൊളാലിറ്റിയുടെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് we get delta TF is equal to KF into W2 into 1000 divided by M2 into W1. From this we can calculate M2 as M2 is equal to KF into W2 into 1000 divided by delta TF into W1. From this equation we can calculate molecular mass of solute, that is M2 is equal to KF. KF means molar depression constant into W2 weight of solute, 1000 divided by delta TF is the depression in freezing point, and into W1. W1 represent
മാസ് ഓഫ് സോൾവെൻറ്റ്. ഇതിൻ്റെ ബേസിൽ നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ 1 gram non-volatile solute is dissolved in 50 gram benzene, it lowered the freezing point of benzene by 0.4 Kelvin. You are given Kf equal to 5.12 Kelvin kilogram per mole. You have to calculate molecular mass of solute. Molecular mass of solute എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം molecular mass of solute M2 is equal to Kf into W2 into 1000 divided by delta TF into W1 ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ 1 gram non-volatile solute. സോ W2 weight of solute എന്ന് പറയുന്നത് 1 gram ആണ്. Dissolving 50 gram benzene. സോ W1 weight of benzene ആണ് അവിടെ സോൾവെന്റ്. സോ W1 എന്ന് പറയുന്നത് 50 gram ആണ്. And when 1 gram dissolving 50 gram benzene, it lowered the freezing point എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. സോ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF ആണ് ഇവിടെ 0.4 Kelvin. And you are given Kf is equal to 5.12. ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ M2 can be calculated as M2 is equal to Kfൻ്റെ സ്ഥാനത്ത് 1.12 എന്ന് കൊടുക്കുക, W2ൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുക, into 1000 all divided by delta TF given by 0.4 into W1 is given by 50 gram. ചെയ്തു കഴിഞ്ഞാൽ you get 256 gram. M2 is equal to 256 gram. നമ്മളിതുവരെ കണ്ടത് 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ ഈ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, അതുപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഈ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ചെയ്ത് പഠിക്കും. ഇനി 4ാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഓസ്മോട്ടിക് പ്രഷർ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും.